ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ അങ്ങനെ 2 ദിവസത്തെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നീതു തിരിച്ച് കാലിലേക്ക് പോവാണ്. തിരിച്ച് ബ്രേക്ക് പോവാണ്. നീതു പിന്നെ ഇനി എന്നാ വരുന്നേ? ഇനി ഞാൻ അടുത്ത വീക്ക് ഓഫിന് വരുന്നതായിരിക്കും. നീതു പോണേന് ഞങ്ങൾക്ക് കരയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നീതുവാന്റി പോവാണ്. നീതുവാന്റിയുടെ കൂടെ കണ്ണപ്പം പോവാൻ റെഡി ആയിക്കാണ്. കണ്ണപ്പ ടാറ്റ പറ നീതുവാന്റിക്ക്. ടാറ്റാ. ഇനി എന്നാ വരുന്നേ? കണ്ണപ്പം വരുമോ ബ്രേക്ക്? ഞങ്ങളപ്പോ നീതുവിനെ ഗാൽവേയില് ട്രെയിന് പോവാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാ നീതുവിനെ. ഓൺലൈൻ ടിക്കറ്റ് നോക്കിട്ട് ഓൺലൈൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. അപ്പൊ അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവാം. വെള്ളം സർവത്ര. വെള്ളത്തിൽ പോവാലോ. നീതാന്റിനെ കൊണ്ടാക്കിയിട്ട് നമുക്ക് വെള്ളത്തിൽ അപ്പൊ നമ്മള് ഫൈനലി അങ്ങനെ ഐറിഷ് സ്ക്വയർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ട്രെയിൻ എന്നാടി പറയുന്നത് ഇവിടെ? ഐറിഷ് ട്രെയിൻ. ഇതാണ് നമ്മുടെ ഐറിഷ് സ്ക്വയർ സിറ്റി. ഇതാണ് നമ്മളിങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണേ. ഇവിടെ നമുക്ക് സിറ്റി ലിങ്ക് ബസ്സും കിട്ടും, അതിനും പോവാം. നീ ഇവിടെ ചെന്നിട്ട് സത്യം പറഞ്ഞ എന്നാ ചെയ്യണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നമുക്ക് ഇന്ന് നോക്കാം ഇവിടെ വന്ന് എങ്ങനെയാ ടിക്കറ്റ് എടുക്കുന്നത്. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കാർഡ് ടാപ്പ് ചെയ്താൽ മതി. നമ്മള് ഇന്റർസിറ്റി അല്ല, വേറെ കൗണ്ടിയിലോട്ട് ആയതുകൊണ്ട് നമ്മുടെ ഐറിഷ് ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കണം. നമ്മള് വേറെ ഇതാണ് വേറെ കൗണ്ടിയിലേക്ക് ആവുമ്പോ നമ്മള് ഐറിഷ് ട്രെയിനിന് ടിക്കറ്റ് എടുക്കണം അല്ലേ? ഇത് ടിക്കറ്റ് എടുക്കണം എങ്ങനെയാണ്? ഓക്കെ, ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഹ്യൂസ്റ്റൺ അഡൽട്ട് സ്റ്റുഡന്റ്. കാർഡ് നമ്പർ ഞാനിപ്പം എനിക്ക് സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് സ്റ്റുഡന്റ് കാർഡിന് ഇവിടെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ സ്റ്റുഡന്റ് വെച്ചിട്ട് എടുക്കാമെന്ന് നോക്കുകയാണ്. ഈ സ്റ്റുഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് കാർഡ് വെച്ചിട്ട് നിനക്ക് നമുക്ക് എല്ലാത്തിനും റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ കാർഡ് ടാപ്പ് ചെയ്തു ഇതായി. എനിക്ക് തന്നെ ഇപ്പൊ ഇവിടെ ടിക്കറ്റ് ജനറേറ്റ് ആവുന്നു. ഇവിടെ ആള് നിൽപ്പുണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി. ഇവര് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. അപ്പൊ അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞു. ടിക്കറ്റിന് വേണ്ടി ടിക്കറ്റിന്റെ സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ടിക്കറ്റ് എവിടെ വരുന്നു എന്നുള്ള കാര്യം ഡൗട്ട് ആയിരുന്നു. അപ്പൊ ഇപ്പൊ താഴത്ത് ഇവിടെയാണെന്ന് ഇവിടുന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ നോർമലി എടുത്തപ്പോ എനിക്ക് 16 പോയിന്റ് സംതിങ് ആയിരുന്നു. അപ്പൊ സ്റ്റുഡന്റ് കാർഡ് വെച്ചിട്ട് ഒരു €2 സംതിങ്ങിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. എനിക്കറിയാം. അപ്പൊ അത്രയും നമുക്കൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്.
ഇതാണ് ഇവിടുത്തെ കാർഡ് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. Yeah, I got, thank you. And you're going to, sorry, just looking at the ticket there, sorry. Houston, so on the right, my dear. Okay, thank you. Underneath the white hair. പിന്നെ നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത് നീതു? ഈ സൈഡിലോട്ട് പോകാനാണ് പുള്ളി പറഞ്ഞത്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിൻ വരുന്നത് വേറെ സ്ഥലത്താണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ അയർലൻഡിന്റെ ബസ്സുകൾ, എല്ലാം ഡബിൾ ഡെക്കർ ബസ്സുകളാണ്. ഇതിപ്പോ നമ്മൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സീറ്റ് നമ്പറിന്റെ അടുത്ത് തന്നെ നമ്മുടെ പേര് അവര് ഡിസ്പ്ലേയിൽ കാണിക്കും. ഓക്കെ, ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ നോക്കണം. ഓക്കെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ നീതു, അപ്പം ശരി ചേച്ചി, അടുത്ത പോയി കാണാം. ശരി, ബൈ. അപ്പൊ എല്ലാം പറഞ്ഞോളെ. ശരി, പോവാം. ആ, പറയാം. ശരി. പിന്നെ അങ്ങനെ നീതു 2 ദിവസത്തെ ഗാൽവേ സന്ദർശനമൊക്കെ കഴിഞ്ഞ് നീതു തിരിച്ചു പോവുകയാണ്. അയർലൻഡിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ബന്ധുക്കാരും അങ്ങനെ ആൾക്കാരൊന്നും നമുക്ക് അധികം ഇല്ല. നമ്മളും പുതിയ വന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആകെയുള്ളത് ഇതുപോലെ 1-2 നമ്മുടെ എന്തെങ്കിലും ഒരു റിലേറ്റീവ്സോ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് അയർലൻഡിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു നല്ല ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സിൻ്റെയും പിന്നെ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സും ഒക്കെ എല്ലാവരും ഒക്കെ കൂടിയിട്ടാണ് നമ്മുടെ അയർലൻഡിലെ ലൈഫ് അടിപൊളിയാവുന്നത്. നല്ല കൂട്ടുകാരും നല്ല ബന്ധുക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അടിപൊളിയാണ്. ബന്ധുക്കൾ നമുക്ക് വളരെ കുറവായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനും ഇവള് മാത്രമേ ഉള്ളൂ ഇവിടെ അയർലൻഡിൽ ഉള്ളൂ. പിന്നെ ചേട്ടായും കണ്ണപ്പനും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഇതായത്. പിന്നെ കൂട്ടുകാരാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും, വീടെടുക്കാനും നമുക്ക് വേണ്ട അറേഞ്ച്മെന്റ്സുകൾ ചെയ്യാനും ട്രാൻസ്പോർട്ടേഷനും. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോ ഇവിടെ ഗാർഡയുടെ കാർഡ് എടുക്കാൻ, നമ്മുടെ PPS, അങ്ങനെ ഇവിടുത്തെ കുറച്ച് ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ കൂട്ടുകാർ തന്നെ ആയിരിക്കും. മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളറിയില്ല, ഒരു മലയാളി വേറൊരു മലയാളീനെ കാണുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെയുണ്ട്. അപ്പം അങ്ങനെ അവരുടെ കെയറിങ്ങിലും അവരുടെ ഹെൽപ്പിലും ഒക്കെയാണ് ഇവിടെ വരുന്ന പുതിയ ഓരോ മലയാളിയും പിടിച്ചു കയറുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അയർലൻഡ് ജീവിതങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നീതു പോയി. ഇനി എപ്പോഴെങ്കിലും വെക്കേഷൻ വരുമ്പോൾ അവളും വരും. അപ്പോൾ അവളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുതിയ ചെറിയ നിമിഷങ്ങൾ, സന്തോഷമുള്ള ഓരോ നിമിഷങ്ങൾ വരും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.